എല്ലാവർക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ ഇതുവരെയായും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ഇറാൻ നല്ല രീതിയിൽ മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഒരു ചെറിയൊരു ആശ്വാസം, അതവർ സിവിൽ ഏരിയകൾ വിട്ട് ഈ അമേരിക്കൻ ബേസിലേക്കാണ് അവർ മിസൈലുകൾ പായിക്കുന്നത്. എന്നാൽ ഒരു പ്രധാന കാരണം, നമുക്കെപ്പോഴും യുദ്ധമേഖലകളിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ നമുക്ക് അതേപടി വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ വാർത്താ ഏജൻസികളും അവരുടേതായ വീക്ഷണത്തിലുള്ള കാര്യങ്ങൾ വെച്ച് അവർ വാർത്തകൾ വിടുന്നു. എന്നാൽ അതിൽ എത്ര സത്യമുണ്ടെന്ന് നമുക്ക് ആർക്കും സാധിക്കില്ല. ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ട്, ഇവരിപ്പോൾ 2 ദിവസമായി സൈപ്രസ് എന്നൊരു കുഞ്ഞ് രാജ്യത്തിലേക്ക് മിസൈലുകൾ അയക്കുകയാണ്. അവിടെ UK ഒരു ബേസ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ബേസ് സൈപ്രസിലുണ്ട്. ഈ സൈപ്രസ് വളരെ കുഞ്ഞു രാജ്യം, കഷ്ടിച്ച് നമ്മുടെ കേരളത്തിനപ്പുറം അത്രേ ഉള്ളതാനും. മെഡിറ്ററേനിയൻ സീയിലുള്ള ഒരു കുഞ്ഞു ദ്വീപാണ്. അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളത്, ഈ സൈപ്രസിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് വെച്ചാൽ തലസ്ഥാനം നിക്കോഷ്യയാണ്. ഈ നിക്കോഷ്യയോടൊപ്പം ചേർന്ന് കിടക്കുന്ന സൈപ്രസിൻ്റെ കുറച്ച് ഭാഗം ടർക്കിഷ് ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈപ്രസിൽ നിന്നാണ് അവർക്ക് ജലവും വൈദ്യുതിയും കൊടുക്കുന്നത്. അവിടെ ഉള്ളതെല്ലാം സിപ്രസാണ്, അത് സൈപ്രസ്കാരാണ് അവിടെ ഉള്ളത്. അത് ടർക്കിഷ്കാർ അവർ പിടിച്ചു വച്ചേക്കുകയാണ്. അതിന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും ആ ഓക്യുപ്പൈഡ് ഏരിയയിൽ നിന്ന് ടർക്കിഷ് പിൻവാങ്ങുന്നില്ല. അത് മറ്റു ചിലരുടെ സമ്മർദ്ദങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ. നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ടർക്കിയും ഇറാനും നല്ല ബന്ധത്തിലാണ്. അവർക്ക് ഈ സൈപ്രസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വളരെ എളുപ്പവുമായിരിക്കും. ഈ സൈപ്രസ് ഇപ്പോൾ ആ പാഫോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവർ മിസൈൽ അയച്ചിരിക്കുന്നത്. ആൻഡ് സ്ഥിരതയില്ലാത്ത ഒന്നാണ്. ലിമോസോൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ നഗരമുണ്ട്, അവിടത്തേക്കും മിസൈൽ വർഷിച്ചെന്ന് അറിയപ്പെടുന്നു. സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ബട്ട് അതൊരു ഈ മെഡിറ്ററേനിയൻ ദ്വീപായ കാരണം അവിടെ ഇറ്റ് ഈസ് ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് സൈപ്രസ്. അപ്പോൾ ഈ പാഫോസിലാണ് ഇപ്പോൾ മിസൈൽ അയച്ചെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ എയർപോർട്ടെന്ന് പറയുന്നത് ലാർനാക്കയാണ്. അവിടെ ഇതുവരെയായിട്ട് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതായത് ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ സൈപ്രസിലാണ്. ഈ ലാർനാക്ക, ലിമോസോൾ, പാഫോസ് എന്നീ സ്ഥലങ്ങളിലാണ്. ഈ പാഫോസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ റഷ്യൻസാണ് കൂടുതലുള്ളത്. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ചെറിയൊരു ആശ്വാസമുള്ളത്, ചെറിയ രീതിയിൽ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്സുകൾ തുടങ്ങി എന്നാണ് അറിയുന്നത്. എങ്കിൽ തന്നെയും അത് ഫുൾസിങ് ആയില്ല. വളരെ റിസ്ക് എടുത്താണ് ഈ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. കാരണം ഇറാനിൽ വരുന്ന മിസൈലുകൾക്ക് അത് ശത്രുവിൻ്റെ ഫ്ലൈറ്റാണോ മിത്രത്തിൻ്റെ ഫ്ലൈറ്റാണോ ഇതൊന്നും മിസൈലിന് അറിയില്ല. അതൊന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ പണി നടത്തിക്കൊണ്ടേയിരിക്കും. എങ്കിൽ തന്നെയും ഈ സമാധാന ശ്രമങ്ങൾക്കായി 2 കൂട്ടരും മുന്നോട്ട് വരുന്നില്ല. ഇറാനെ സംബന്ധിച്ചിട്ട് ഉടൻ തന്നെ അവർക്ക് യുദ്ധം നിർത്താനും സാധിക്കില്ല. കാരണം അവരുടെ കംപ്ലീറ്റ് സംവിധാനങ്ങൾ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. അവരാരാണ് ലീഡർഷിപ്പ് വരിക, എന്താണ് പ്രോഗ്രാം ചെയ്യുക, ഇതൊക്കെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുവരേക്കും അവർ ഫൈറ്റ് ചെയ്യാൻ നിന്നേ പറ്റൂ. പക്ഷെ അവസാനം ത്രൂ ഔട്ട് അത് ഇറാനായിരുന്നാലും ഇസ്രായേലിനായിരുന്നും എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. അതിനൊരു അവസാനം കണ്ടെത്തിയേ പറ്റൂ. പക്ഷേ ഈ അവസാനം എപ്പോൾ
ആകുമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അത് ഒരാഴ്ചയാണോ, ഒരു മാസമാണോ, 2 മാസമാണോ? പക്ഷേ എങ്കിലും ഒരുപാട് നാൾ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ അതിനുള്ളിൽ ഭീമമായ നാശനഷ്ടങ്ങൾ 2 കൂട്ടർക്കും ഉണ്ടാകും. ഇപ്പോൾ ഇസ്രായേലിൽ ഒരുപാട് നാശങ്ങൾ വരുത്തി വച്ചതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ചെറിയ രീതിയിലുള്ള നാശങ്ങൾ സംഭവിച്ചു, ആൾനാശം സംഭവിച്ചെന്ന് ഇസ്രായേലും സമ്മതിക്കുന്നു. എന്നാൽ ഇറാന് യഥാർത്ഥത്തിൽ സീസ് ഫയറിനെ കുറിച്ചോ സമാധാന അന്തരീക്ഷം പുലർത്തുന്നതിനെക്കുറിച്ചുള്ളൊരു സമയം ചിന്തിക്കേണ്ട സമയമല്ല അവർക്ക്. കാരണം അവർക്ക് എങ്ങനെ ആ രാജ്യത്തെ നിയന്ത്രിക്കണം, ആരാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ള ഒരു ധൃതി പിടിച്ച ആലോചനകളാണ് ഇറാനിപ്പോൾ. എന്തായിരുന്നാലും ഒരു സമാധാന അന്തരീക്ഷം ഉടൻ ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമാണ്. ഈ യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലും പറഞ്ഞു, അത്ര കണ്ട് എളുപ്പമായിരിക്കില്ല യുദ്ധം തീരുന്നത്. കാരണം ഈ യുദ്ധം കൊണ്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടാകില്ല. അത് ഇറാനായിരുന്നാലും ഇസ്രായേലിനായിരുന്നാലും അമേരിക്കക്കായിരുന്നാലും ഒരു നേട്ടം ഉണ്ടാവില്ല. നാശമേ ഉണ്ടാവുള്ളൂ, നഷ്ടമേ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടും. ഇതൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ചില കോണുകളിൽ നമ്മൾ എഴുതി ഏതുകൊണ്ട് ഒരു സ്കൂൾ അറ്റാക്കിലുള്ള കുറച്ചധികം കുഞ്ഞുങ്ങളെ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കുഞ്ഞുങ്ങൾ ഒത്തിരി മരണപ്പെട്ടെന്നാണ്. യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെന്നോ പ്രായമായവരെന്നോ മുതിർന്നവരെന്നോ ഒന്നുമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എല്ലാത്തിനും ഒരു ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഖമേനി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെയും കൊന്നിട്ടുണ്ട്. ഇന്നുള്ളൊരു ഫീലിങ്സ് അന്ന് ആരും കാണിച്ചില്ല. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സ്കൂളിൽ കുട്ടികളെ മരണത്തിനിടയാക്കിയത് നല്ലതല്ല. പക്ഷെ അതിനെ ഒരു വലിയ ഇതായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് മുൻപായി ഖമേനി കാട്ടിക്കൂട്ടിയ എന്തോരോ കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ അതിനകത്ത് അത്ര കണ്ട് ഹൈലൈറ്റ് കാണിച്ചില്ല. അതായത് എന്ത് തന്നെയായിരുന്നാലും ഇതൊന്നും നല്ല കാര്യങ്ങളല്ല. യുദ്ധത്തിൽ പലതും സംഭവിക്കും, പല നാശങ്ങളും ഉണ്ടാകും. അത് നാശങ്ങൾ കൊണ്ട് മാത്രം തീരുന്ന ഒന്നാണ് യുദ്ധമെന്ന് പറഞ്ഞാൽ. യുദ്ധാനന്തരം കഷ്ടപ്പെട്ട് വീണ്ടും അതിനെ റീബിൽഡ് ചെയ്ത് വരണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റും. സോ കഴിയുന്നതും സമാധാനമായ അന്തരീക്ഷം വരട്ടെ. സമാധാന അന്തരീക്ഷം വരണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ ലക്ഷോപലക്ഷം നമ്മുടെ ആൾക്കാർ ഗൾഫ് മേഖലയിലുണ്ട്. അവർ സുരക്ഷിതമായിരിക്കണം. അവർക്ക് പെട്ടെന്ന് അവരെ എവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാര്യം കുറച്ച് ആൾക്കാർ ലക്ഷം ആൾക്കാരാണ്. അതുകൊണ്ട് ഈ യുദ്ധം സ്പ്രെഡ് ചെയ്യാതിരിക്കട്ടെ. എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇസ്രയേലിനും ഇറാനും ഇവർ തമ്മിലുള്ള യുദ്ധം സൗമ്യതയിൽ തീർന്നു കിട്ടാനായി അവർക്ക് സൗമ്യത എന്താണെന്നുണ്ടാകില്ല. ഇനി യുദ്ധം സീസ് ഫയർ ആയാൽ തന്നെയും ഈ ബുദ്ധിമുട്ടുകൾ ഇറാനിനും ഉണ്ടാകും, ഇസ്രയേലിനും ഉണ്ടാകും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് 2 കൂട്ടരും അനുഭവിച്ചേ പറ്റൂ. സോ സൈപ്രസ് എന്നുള്ളൊരു സ്ഥാനം, സൈപ്രസ് എന്ന കുറച്ച് അകലങ്ങളിലാണ്. അവിടേക്കും യുദ്ധം വ്യാപിച്ചത് അത്ര നല്ലൊരു പ്രവൃത്തിയല്ല. അവിടെ നിന്നും വീണ്ടും അടുത്ത ഭാഗങ്ങളിലേക്ക്, അത് യൂറോപ്പിൻ്റെ ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം അവിടെ ഈ തുർക്കി ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തുർക്കി എന്തെങ്കിലും ഒരു മോശമായ രീതിയിലൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സൈപ്രസിലും പരിസര പ്രദേശത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തുർക്കിക്ക് അങ്ങനെയുള്ളൊരു മനസ്സ്, ഒരു മോശമായ ഒരു ചിന്താഗതി ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് ആശിക്കാം. എന്തായിരുന്നാലും സമാധാനം എത്രയും പെട്ടെന്ന് പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.